ആര്? അയൽവാസിയാ. പുതിയ താമസക്കാരാ നോക്കിയതാ. നിങ്ങള് സൗഭാഗ്യപുരത്തെ? അതെ. അല്ല, എന്തിനാ ഇവിടെ ഒന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്? സൗഭാഗ്യപുരത്തുള്ള ഒരു കോടീശ്വരരല്ലേ? എങ്ങനെ അറിയും? ഞാനവിടെ നിങ്ങളുടെ എസ്റ്റേറ്റിൽ പണിക്ക് വന്നിട്ടുണ്ട്. ഞാൻ പോയി പറയാൻ പോവാ നിങ്ങൾ ഇവിടെയാണെന്ന്. എനിക്കറിയാം, അവരെ ആരെയും അറിയിക്കാതെയോ നിങ്ങളിവിടെ വന്നത്. അതൊന്നും വേണ്ട, ഞാൻ ഇവിടെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞോളാം. അതെ, ഹലോ. ഞാനൊന്ന് ശ്വാസം എടുക്കുക, ജീവിക്കാനുള്ള ശ്വാസം. സത്യം സൗജന്യമാണ്, അത് തെളിയിക്കാൻ ഒരുപാട് ശ്വാസം മുട്ടും, ലക്ഷങ്ങൾ ചെലവാകും. നിയമം ലക്ഷറി അപ്പാർട്ട്മെന്റുകളാ. എൻറോൾ ചെയ്യുമ്പോ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ പ്രതിജ്ഞ ചെയ്യുന്നത്? എല്ലാം മാർക്കറ്റിംഗ് അല്ലേ ഭൂമി? നിയമത്തിന്റെ കണ്ണുകൾ മൂടിയിട്ടുണ്ടെന്നാണ്. എന്റെ അമ്മ നിരപരാധിയാണെന്ന് എനിക്കറിയാം, അമ്മ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ അത് തെളിയിക്കാൻ 35 ലക്ഷം ചെലവും. The law says that justice must be accessible to every citizen. അങ്ങനെയാ ഞാൻ പഠിച്ചത്. സത്യം ജയിക്കാൻ എന്തൊക്കെയാ വേണ്ടത്? അത് ഈ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. യെസ്, ഐ ആം അനലൈസിംഗ് ദി സിസ്റ്റം. ക്രിമിനോളജിയിൽ ഞാൻ പഠിച്ചത് ക്രൈം ഡിസ്ട്രോയ്സ് വൺ ലൈഫ് എന്ന. എന്റെ അമ്മ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. തെളിവുകൾ സൃഷ്ടിക്കാം, തെളിവുകൾ പ്ലാൻ ചെയ്യാം, തെളിവുകളെ മാനിപ്പുലേറ്റ് ചെയ്യാം. എങ്കിലും സത്യം എവിടെയോ മറഞ്ഞിരിക്കും. അത് കണ്ടെത്താൻ എത്രയോ ലക്ഷങ്ങൾ. ഞാൻ പിന്നോട്ടില്ല, ഏതെങ്കിലും ഒരു വഴി ഞാൻ അന്വേഷിക്കുകയാണ്. ഭൂമി, ഏതെങ്കിലും ഒരു വാതില് നിനക്കായി തുറക്കപ്പെടും. ദൈവമേ, ഇവിടെ ഒരെണ്ണത്തിന് ഒരു ഉത്തരവാദിത്വവും ഇല്ല. മാധവ, ഓ മാധവ, വരുന്നേ. സാഗറിന്റെ കുടുംബം നഷ്ടപ്പെട്ട ഇവിടെ ആർക്ക് എന്ത് പ്രശ്നം? എന്താ അമ്മേ പ്രശ്നം? അയ്യോ, ഒന്നും അറിയില്ലേ? ഈ വീട്ടിലെ ഏറ്റവും വലിയ വിഷയം എന്തുവാണെന്ന് അതിന്റെ വിചാരം? അതും ഭവാനി മകളും. അപ്പൊ അറിയാല്ലേ? അയ്യോ കഷ്ടം. എന്നിട്ട് എന്താ നീ അവരെ കണ്ടെത്താത്തത്? സംഗീതേ, നിനക്ക് ഒന്നും അറിയണ്ട അല്ലേ? നിന്റെ അനിയന്റെ ഭാര്യയെ മകളെ കാണാതായിരിക്കുന്നത്. ഇത് തന്നെയാ മുത്തശ്ശി ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കവരെ കണ്ടെത്തണ്ടേ? എന്റെ മോന്റെ ഓർമ്മകളാ അവര് രണ്ടുപേരും. അഞ്ജന ഈ കുടുംബത്തിന്റെ രക്തമാ. പോലീസ് അന്വേഷിക്കുന്നുണ്ടമ്മേ. നിന്റെ മോനല്ലേ പോലീസ്? അവൻ ഒരു താല്പര്യവും ഇല്ല. അവൻ ഒറ്റ ഒരുത്തൻ കാരണമാ അവര് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അവന്റെ ഒരു പോലീസ് മർദ്ദനം. അജയ് തല്ലി ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന അവന് വിഷമാവില്ലേ? അജയ് മുത്തശ്ശിയുടെ കൊച്ചുമോനല്ലേ? ഓ അതെ, പക്ഷെ ഈ കാര്യത്തിൽ നീ അവനെ പുണ്യാളനാക്കണ്ട. അമ്മ ഇങ്ങനെ ടെൻഷൻ ആവാതെ വാ, അകത്ത് പോയി കിടക്കാം. എന്നെ കിടത്തിയിട്ട് നിനക്ക് എന്തുവാ ലാഭം? അല്ല അറിയാൻ വേണ്ടി ചോദിക്കുക. അതമ്മേ,
അമ്മ റെസ്റ്റ് എടുക്കേണ്ട കാര്യമാണ് സംഗീത പറഞ്ഞത്. അയ്യോ എത്ര പെട്ടെന്ന് ആ സപ്പോർട്ടിംഗ് ആക്ടർ വന്നത്. ഛോ. നമസ്കാരം. ആരാ? വലിയ തമ്പുരാട്ടി ഒന്ന് കാണാൻ. എവിടുന്നാ? എന്താ കാര്യം? ഒരുപാട് അകലേന്നാ. അല്ല, ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? പണിക്ക് വന്നിട്ടുണ്ട്. ഇവിടത്തെ ഒരു തമ്പ്രാട്ടിയും കുട്ടിയില്ലേ? ഭവാനിയുടെ അഞ്ജനയുടെയും കാര്യമാണോ? അതെ, അവര് എന്റെ വീടിനടുത്താ താമസം. ഏ? അയ്യോ സത്യമാണോ? അതെ തമ്പുരാട്ടി. അയ്യോ അഥവാ നമുക്ക് ഉടനെ പുറപ്പെടണം. ശരി അമ്മേ, ഞങ്ങൾ പോയി അവരെ കൂട്ടിക്കൊണ്ടുവരാം. ചെല്ലേ ചെല്ലേ. സംഗീതേ, നീ ആ കാറിന്റെ കീ ഇങ്ങോട്ട് വാ മോളെ. ഭഗവാനെ, നീ അവരെ കണ്ടുപിടിച്ച് തന്നല്ലോ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഇതാണ് വീട്. അതെ. ഇത്രയും കഷ്ടപ്പെട്ടൊരു ജീവിതോ? അജയ് ഇതിന് കാരണം. അനുപമ മോളെ, ആസ്ഥാനത്ത് കയറി ഡയലോഗ് പറയല്ലേ. നീ വണ്ടിയിൽ കയറിയപ്പോഴേ ഞാൻ ഭയന്നതാ. ഓ അഞ്ജന, എന്തോ? ദേ വെള്ളം ബാത്റൂമിൽ പോണ്ട നിനക്ക്. ദാ വരുന്നു. അമ്മേ. ആ അമ്മേ, എന്താ? ദേ അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കി. ഏതർത്ഥത്തിലാ ഈ വരവെന്നറിയില്ല. ഞാനാ ഭൂമിയുടെ അച്ഛനെ കൊന്നതെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടാവോ? നോക്കാം. എന്താ ഭവാനി ഇതൊക്കെ? എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തേ? അടിയും തൊഴിയും കൊണ്ട് എത്ര നാൾ കഴിയും? പണിയെടുത്ത് ജീവിക്കാം. പരിഹാരമില്ലാത്ത എന്തെങ്കിലും വിഷയമുണ്ടോ? നിങ്ങളെ കാണാതായ ശേഷം അമ്മയ്ക്ക് വയ്യാതായി. ഭൂമി അവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞോ? എന്തു പറയാൻ? അവള് വന്നിട്ടില്ല. എനിക്ക് അവളെ ഒന്ന് കാണണം. അജയ്ക്ക് അവളെ ഇഷ്ടാണെന്ന്. അനു മിണ്ടായിരിക്കും. അത് അഞ്ജന പറഞ്ഞതാ. ഭവാനി, ഭൂമി വന്നിട്ട് കുറെ നാളായി. അവളങ്ങനെ ആരെക്കുറിച്ചും അപാദം ഒന്നും പറയാറില്ല. അകത്തേക്ക് വിളിക്കുന്നില്ല. അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. ചേട്ടാ ഒന്ന് വരൂ. ആ ആ കഷ്ടം. എന്ത് ദയനീയമാണ് സംഗീതേ ഈ കാഴ്ച. ഇതിന്റെ പിന്നിൽ എന്തോ രഹസ്യ അജണ്ട ഉണ്ടോന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. എന്റെ അനു, നിന്റെ കാല് ഞാൻ പിടിക്കാം. കൊളാക്കരുത്. ഓ സൂക്ഷിച്ച്. അങ്ങോട്ടിടേട്ടാ. ഭവാനി, എന്തിനാ ഇപ്പൊ ഇതൊക്കെ? ഇരിക്കെ. ചായക്ക് കുറച്ച് ബുദ്ധിമുട്ടാ. കട്ടൻ ചായ മതിയെങ്കിലും. ഒന്നും വേണ്ട. അയ്യോ, എന്തൊരു കോലാ മോളെ ഇത്. നിന്നെ കണ്ടാലേ ഇപ്പൊ ഒരു ദരിദ്രവാസിയായി തോന്നും. ഏത് വേഷവും നിനക്ക് അഭിനയിക്കാം. സമ്പന്ന കുടുംബത്തിലെ അംഗം, ഇന്ന് ദരിദ്ര കുടുംബത്തിലെ അംഗം. അനുഭവേ, അച്ഛാ, ഞാൻ ആക്ടിങ്ങിന്റെ കാര്യം പറഞ്ഞത്. ലുക്ക് വൈസില് സിനിമയിൽ അഭിനയിക്കാന്ന്. അനു, നീ കുറച്ച് സമയം ഒന്ന് സൈലന്റ് ആവോ? ആകാ. ഭവാനി,
നിങ്ങൾ വീട്ടിലേക്ക് വരണം ഉടനെ. ഭവാനി, അമ്മ അങ്ങനെയാ പറഞ്ഞയച്ചത്. നിങ്ങൾ വാ. ഭവാനി, നിനക്കറിയാലോ അമ്മ നിങ്ങളുടെ കാര്യത്തിൽ എത്ര കെയറിംഗ് ആയിരുന്നെന്ന്. അപ്പച്ചി, ഞങ്ങളെ കൊണ്ടുപോകുന്നത് അജയ് ഭൂമിയെ കിട്ടുന്ന കാണിക്കാനാണോ? മോളെ, ആ ഭൂമിയെ കെട്ടാനോ? എന്തൊക്കെയാ നീ പറയുന്നേ? അതിനെക്കുറിച്ച് അവിടെ ആരും സ്വപ്നത്തിൽ പോലും ആലോചിച്ചിട്ടില്ല. അല്ലമ്മേ, ഉണ്ടായിടി. ഭവാനി, ഞങ്ങൾ സത്യത്തിൽ അമ്മയുടെ ഉത്തരവ് നടപ്പാക്കാൻ വന്നതാ. നമ്മൾ പുറപ്പെടുവല്ലേ? അല്ല, ഞാൻ പറയുന്നത് അനുസരിച്ചാ വരും. എന്താ അത്? ഞങ്ങൾ വരാം, പക്ഷേ ഒരു ഉറപ്പ് വേണം. എന്തുറപ്പ്? അജയ് എന്നെ കെട്ടുമെന്നൊരു ഉറപ്പ്. ഞങ്ങൾ ഉറപ്പ് തരുന്നു. നിങ്ങളല്ല ഉറപ്പ് തരേണ്ടത്, അജയ്. അവൻ ഇവിടെ വന്ന് പറയണം. എന്നിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോണം. ഈ പറയുന്നതിലൊരു ലോജിക് ഇല്ലല്ലോ. ഒരു പുരുഷൻ അവൻ ഇഷ്ടമില്ലാത്ത ഒരാളെ അനുപമ, മതി. അഞ്ജന, അജയ് ഇവിടെ വന്ന് പറയും നിന്നെ വിവാഹം കഴിക്കുമെന്ന്. അവൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. എന്താ ഭവാനി? മതി. എന്നാ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല. ഞങ്ങൾ മടങ്ങി ചെല്ലാൻ അമ്മ കാത്തിരിക്കുക. ഭവാനി, ശരി മോളെ, ഇറങ്ങാം. സമരം കഴിഞ്ഞില്ലേ? ഇനി നാരങ്ങ വെള്ളം കുടിച്ച് സമരം അവസാനിപ്പിച്ചേക്ക്. അഞ്ജന, അജയ് നിനക്കുള്ളതാ. പോട്ടെ. അങ്ങനെ ഡ്രാമ സക്സസ്. അമ്മ ഡയറക്ട് ചെയ്ത് ഏതെങ്കിലും ഡ്രാമ പൊളിഞ്ഞിട്ടുണ്ടോ? എന്റെ ഒരു രഹസ്യവും പൊളിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പായി. അവൻ വരട്ടെ. അജയ്, അവൻ എന്നോട് സോറി പറയണം. ആ ചേട്ടാ, ചേട്ടാ നന്ദിയുണ്ട്, മറക്കില്ല. ഞങ്ങൾ സൗഭാഗ്യവൃത്തി എത്തിയിട്ട് കുറച്ച് പൈസ അയച്ചു തരാം. ശരി, ആയിക്കോട്ടെ. ആ, ഇനി പറ, നിനക്ക് എന്താ വേണ്ടത്? ഫ്രൈഡ് റൈസ്, ബിരിയാണി, എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഓൺലൈനിൽ നമുക്ക് ബുക്ക് ചെയ്യാം. ഒന്ന് വാ. എന്താ? അത് ഞാനൊരു മൊബൈൽ നന്നാക്കാൻ കൊടുത്തിരുന്നു. എന്തായിന്ന് അറിയാനാ. എനിക്കറിയില്ല. എബിൻ വരണം. എവിടെ പോയതാ? ചായ കുടിക്കാൻ പോയതാ. ഉടനെ വരും. വന്നിട്ട് കുറച്ചു നേരമായോ? ഞാൻ എന്നും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാണെന്ന് തോന്നരുത്. നമ്മളെ ടെക്നീഷ്യൻ പറയാൻ 2-3 ദിവസമായിട്ട് ലീവാണ്. നോക്കാൻ പറ്റിയില്ല. പുള്ളിയെ വിളിച്ച് ശരിയാക്കി തരൂ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതിനകത്ത് അച്ഛന്റെ ഓർമ്മകളാ. വേഗം ശരിയാക്കി തരാം. അവനൊന്ന് വന്നോട്ടെ കേട്ടോ. ശരി. കമാൽ, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഭൂമി എന്നെ കണ്ടിട്ടില്ല. അത്രയ്ക്കും സെക്യൂരിറ്റി ഞാൻ ചെയ്തിരുന്നു മാഡം. പക്ഷെ സൂക്ഷിക്കണം, അവർക്ക് എന്തോ പ്ലാൻ ഉണ്ടായിരുന്നു. ഭൂമിയാണ് ലീഡർ. ആ കത്ത് കിട്ടാൻ
മറ്റെന്തെങ്കിലും മാർഗം നോക്കണം. അവളത് പോലീസിന് കൈമാറിയോ ഇല്ലയോ എന്ന് ഉറപ്പാക്കണം. ചെയ്യാം മാഡം. പ്ലാനൊക്കെ ഞാനൊന്ന് ആലോചിക്കട്ടെ. ശരി മാഡം. ശരി. അമ്മ കഴിക്കുന്നില്ലേ? എനിക്കിന്ന് ഇത് ആസ്വദിച്ച് കഴിക്കണം. കൊള്ളാല്ലേ? അമ്മേ, അജയ് വരുമല്ലോ അല്ലേ? വരും. അത് കിളവിയുടെ ഉത്തരവാ. നടപ്പാക്കിയിരിക്കും. അതിലൊരു സംശയവും വേണ്ട. എന്തായാലും അവരെ കണ്ടല്ലോ അമ്മേ. അമ്മ വിഷമിക്കാതെ. നമുക്ക് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഞങ്ങൾ ആവുന്നത്ര പറഞ്ഞു നോക്കി, പക്ഷേ അവര് വാശിയില്ല. അജയ്ക്ക് അഞ്ജനെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് നേരിട്ട് എന്ന് പറഞ്ഞാലേ അവരിങ്ങോട്ട് വരുമെന്നാ പറയുന്നേ. ഇങ്ങനെ കഴിയേണ്ടവരാണോ അവര്? എന്റെ മോനില്ലാത്തതിന് ഒരു കുറവും കാണിക്കാതെയാ ഞാൻ അവരെ നോക്കിയത്. ഇന്നിപ്പോ ആരുമില്ലാത്തവരെ പോലെ അവര് വാടക വീട്ടിൽ പോയി നിൽക്കുന്നു. എന്റെ മോനിത് പൊറുക്കുവോ? അവരിതെല്ലാം കാണുന്നുണ്ടാവില്ലേ എന്റെ ഈശ്വര? എന്റെ മോനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് ഈ ഗതി വരില്ലായിരുന്നു. അവരെ എന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചിട്ടല്ലേ അവൻ പോയത്. അവന്റെ അമ്മ അവരെ പൊന്നുപോലെ നോക്കിക്കൊള്ളൂ അവൻ കരുതി കാണും. ഞാൻ നോക്കിയിരുന്നു, പക്ഷെ ഇന്ന് അവരെന്റെ ചിറകിനടിയിൽ നിന്ന് പോയി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് കാരണം ഈ അമ്മ തന്നെയാ. മക്കളെ, ഈ അമ്മയോട് ക്ഷമിക്കണം മോനെ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് കാരണം ഈ അമ്മ തന്നെയാ. മക്കളെ, ഈ അമ്മയോട് ക്ഷമിക്കണം മോനെ. അമ്മ എന്തായി പറയുന്നേ? അവരിവിടുന്ന് പോയതിന് അമ്മ എന്ത് പഴിച്ചു? എന്തിനാ അമ്മ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുന്നേ? അതിന് കാരണം ഞാൻ തന്നെയാ മോനെ. അജയ് നിന്റെ ചെറുക്കനാണെന്നും പറഞ്ഞ് അഞ്ജനിക്ക് പ്രതീക്ഷ കൊടുത്തത് ഞാൻ തന്നെയാ. ഒടുവിൽ സ്വന്തം വീട്ടിൽ നിന്ന് വരെ ഇറങ്ങിപ്പോട്ട അവസ്ഥയിലെത്തിച്ചു. ഞാൻ തന്നെയാ മോനെ, ഞാൻ തന്നെയാ അവരെ ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ടത്. അമ്മ അങ്ങനെയൊന്നും പറയാതെ. ഇക്കാര്യത്തിൽ അമ്മയ്ക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. അമ്മ അവരുടെ നന്മ മാത്രമല്ലേ ആഗ്രഹിച്ചുള്ളൂ. കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്നവർ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇരിക്കണം. മക്കളുടെയും പേരക്കുട്ടികളുടെയും മരുമക്കളുടെയും ഒക്കെ കാര്യത്തിലൊന്നും ഇടപെടരുത്, ഒന്നും മിണ്ടരുത്. എനിക്ക് പ്രായമായി എന്നുള്ള കാര്യമൊന്നും ഞാൻ മറന്നിട്ടൊന്നുമില്ല മക്കളെ. ഞാൻ പറയുന്നത് എല്ലാവരും നല്ല അർത്ഥത്തിൽ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. അവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്. ഒരു ഘട്ടം കഴിഞ്ഞാൽ വയസ്സായവരെ വേണ്ടാതാകും, അവരുടെ വാക്കുകളും വേണ്ടാതാകും. അത് ഞാൻ ഓർക്കണമായിരുന്നു മക്കളെ. അമ്മ, ഇവിടെ ആർക്കും അമ്മ വേണ്ടായികയില്ല, അമ്മയുടെ വാക്കുകളും വേണ്ടായികയില്ല. അമ്മയ്ക്ക് അറിയാലോ ഞങ്ങൾ ആരും അങ്ങനെ വിചാരിക്കുന്നവരല്ലെന്ന്. നിങ്ങൾ വിചാരിച്ചില്ലെങ്കിലും എനിക്കങ്ങനെയാ തോന്നുന്നത് മോളെ. ഞാൻ പറയുന്ന ഒരാഗ്രഹം നിങ്ങളെ കൊണ്ട് സാധിച്ചു തരാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ വാക്കിന് പിന്നെ എന്ത് വിലയാ മോനെ ഉള്ളത്? വിവാഹത്തിന് ഞങ്ങളാരും എതിരെ പറഞ്ഞില്ലല്ലോ അമ്മേ. അജയ്
അപ്പോഴത്തെ എന്തെങ്കിലും ഒരു മാനസികാവസ്ഥയിൽ പറഞ്ഞതായിരിക്കും. അമ്മ പറഞ്ഞാൽ അവൻ കേൾക്കും, അനുസരിക്കും. അമ്മ അവനോടൊന്ന് സംസാരിക്കും. അവൻ കല്യാണത്തിന് സമ്മതിക്കും. ഭവാനിയും അഞ്ജനയും കൂട്ടിക്കൊണ്ടും വരും. അമ്മയുടെ വിഷമം കണ്ടു നിൽക്കാൻ അവന് പറ്റില്ലമ്മേ. ദേ അവൻ വന്നു. അമ്മ അവനോടൊന്ന് സംസാരിക്കും. ഞാൻ അവനോട് സംസാരിക്കാനോ? വേണ്ട, എനിക്ക് അവനോട് ഒന്നും സംസാരിക്കാനില്ല. അമ്മേ അമ്മ അവൻ വന്നെന്ന് ഞാൻ ഈ ഡ്രസ്സ് എവിടെയോ വെച്ച് കണ്ടതുപോലെ. ഭൂമി. പക്ഷേ ഉടനെ അപ്പു ആവും.